അപകടത്തിൽപ്പെട്ട കപ്പൽ MSC എൽസ 3 എന്ന് പറയപ്പെടുന്ന കപ്പലാണ്. അത് വിഴിഞ്ഞം തുറമുഖത്ത് ഇന്നലെ ഡിപ്പാർച്ചർ ചെയ്തതിനു ശേഷം ഇന്ന് ഇവിടെ നിന്ന് യാത്ര തിരിച്ച കപ്പലാണ് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അപകടം നടന്ന സ്ഥലത്തെ സംബന്ധിച്ച് നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് 38 നോട്ടിക്കൽ മൈൽ അകലെ സൗത്ത് വെസ്റ്റ് ഓഫ് കൊച്ചി എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവിയും അറിയിച്ചിരിക്കുന്ന വിവരം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു ഉൾക്കടലിൽ എന്നുള്ള വിവരം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. 24 പേരായിരുന്നു ക്രൂവിൽ ഉണ്ടായിരുന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ അത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടി നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന ഒരു വിവരമാണ്. അതിൽ 9 പേർ ഈ സംഭവ സ്ഥലത്ത് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് കടലിലേക്ക് ചാടി അതിൽ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ നേരത്തെ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ചില രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ദക്ഷിണ മേഖല ലേബൽ ആസ്ഥാനം രക്ഷാപ്രവർത്തനം നിരീക്ഷിക്കുന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ കപ്പലുകൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം സൗത്ത് മേഖലയിൽ നിന്നടക്കം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ആ രീതിയിൽ ഇപ്പോൾ വിവരങ്ങൾ ഉറപ്പിക്കാം. നമ്മളെ സംബന്ധിച്ച് തീരദേശത്തുണ്ടാകുന്ന ആശങ്ക അത് ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ അപകടമുണ്ടായ 4 മണിക്ക് ശേഷം തന്നെ ആദ്യഘട്ടമെന്നോണം ദുരന്ത നിവാരണ അതോറിറ്റി ആ അറിയിപ്പ് ആ ജാഗ്രതാ നിർദ്ദേശം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകണം എന്ന് ഉറപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ശേഖർ കുര്യാക്കോസ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വടക്കൻ മേഖലകളിലേക്കായിരിക്കാം വടക്കൻ തീരദേശ മേഖലകളിലേക്കായിരിക്കാം ഈ കണ്ടെയ്നറുകൾ നിലവിൽ ഇപ്പോൾ കടലിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ എണ്ണപ്പാടകളോ അതല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളോ അസാധാരണമായിട്ടുള്ള വസ്തുക്കളോ കണ്ടാൽ അതിന്റെ അടുത്തേക്ക് പോകരുത്, അതിൽ തുടരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്.